ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ബോർഡ് എക്സാമിന് 7 മാർക്കിനാണ് ഈ ഒറ്റ ചാപ്റ്റർ ചോദിക്കാറ്. ഒന്നും രണ്ടുമല്ല, ബോർഡ് എക്സാമിന്റെ 7 മാർക്ക് നമുക്ക് വളരെ സുഖമായിട്ട് ഈ ചാപ്റ്ററിൽ നേടാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് കോൺസെപ്റ്റുകളും പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ബേസിക് ആയ കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നുമല്ല, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കഴിഞ്ഞ കൊല്ലവും അതിന്റെ മുന്നത്തെ കൊല്ലവും എല്ലാം തന്നെ എക്സാമിന് ഈ ഒരു ഭാഗം ചോദിക്കാറുണ്ട്. 1 മാർക്കിന് 2 മാർക്കിനായിട്ടാണ് പൊതുവെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മുടെ എക്സാമിന് ചോദിക്കാറ്. നമ്മൾ നേരെ തന്നെ ആദ്യമായിട്ട് പഠിക്കുന്നു എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന്. മനസ്സിലാക്കുക. ആദ്യമായിട്ട് എല്ലാ മക്കളും മനസ്സിലാക്കേണ്ടത് ഒരു സിമ്പിൾ ആണ്. ഇത്തരത്തിലൊരു ക്രോസ് എന്ന് പറഞ്ഞ സിമ്പിൾ. ഓക്കെ, ഇതിനെ ഇൻഡു എന്നല്ല വിളിക്കേണ്ടത്, നിങ്ങൾ വിളിക്കണം ക്രോസ് എന്ന് പറഞ്ഞു. നമ്മൾക്കൂടെ ബേസിക്കലി 2 സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം സെറ്റ് എ എന്ന് പറയുന്നുണ്ട്, ബി ഉണ്ട്. നമ്മൾ ഈ 2 സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആയ എ ക്രോസ് ബി കാണാൻ വേണ്ടി പോകുന്നു. ഓക്കെ, എ ക്രോസ് ബി എന്താണെന്നും എങ്ങനെയാണ് കാണുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് പുറമെ എക്സാമിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ് എ ക്രോസ് ബി ഉണ്ട്. 2 സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ്. മക്കളെ എല്ലാവരും മനസ്സിലാക്കണം, 2 സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ 2 സ്പേസ് ഇട്ട് വെക്കണം. എന്തൊക്കെയാണ്? 2 സ്പേസ് ഇട്ട് വെക്കണം. അപ്പോൾ കോമൺ സെൻസ് ആണ്. 3 സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ എ ക്രോസ് ബി ക്രോസ് സി, ഇങ്ങനെ 3 സെറ്റിന്റെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 സ്പേസ് ഇങ്ങനെ ഇടണം. 3 സ്പേസ്. ഓക്കെ, 4 എണ്ണം ആണെങ്കിൽ 4 സ്പേസ് ഇടണം. വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ 2 സെറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞു 2 സ്പേസ് വേണം. എല്ലാ മക്കളും ശ്രദ്ധിക്കണം. ഇതിനകത്തുള്ള ആദ്യ സ്പേസ്, ഫസ്റ്റ് സ്പേസ്, ഇറ്റ്സ് ബീങ് ഫിൽഡ് ബൈ ഫസ്റ്റ് സെറ്റ്. ഒന്നാമത്തെ സ്പേസ് ഫില്ല് ചെയ്യുന്നത് ഒന്നാമത്തെ സെറ്റ്. ആൻഡ് രണ്ടാമത്തെ സ്പേസ് ഫില്ല് ചെയ്യുന്നത് സെക്കൻഡ് സ്പേസ്. വെറും കോമൺ സെൻസ് മാത്രം മതി എന്നൊക്കെ പറയാനായിട്ട് സെക്കൻഡ് സെറ്റ് ആയിരിക്കും. സോ എ ക്രോസ് ബിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഇങ്ങനെ ഓർഡേർഡ് പെയർ 2 പേരാകുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ അവനെ പെയർ എന്ന് വിളിക്കും. സോ ഓർഡേർഡ് പെയറിനകത്ത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ട്. ഈ പറയുന്ന എക്സ് കോർഡിനേറ്റ് എവിടെ നിന്നാണ്? അത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. ആൻഡ് വൈ കോർഡിനേറ്റോ അത് ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന്. ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: എ ക്രോസ് ബി ഈക്വൽസ് സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ, അതായത് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ, സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. ഇങ്ങനെയാണ് നമുക്ക് ഓർഡേർഡ് പെയറിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ പറഞ്ഞു പോകുന്നത്. ഡെഫിനേഷനിലുപരി നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? പ്രോബ്ലമാണ്. എങ്ങനെയാണ് ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്, എ ക്രോസ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഡെഫിനേഷൻ അത്രമേൽ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ 1-2 പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. എന്താ? ഫസ്റ്റ് സ്പേസ് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ആണ്, സെക്കൻഡ് സ്പേസ് പറയുന്നത് സെക്കൻഡ് സെറ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് അറിയണം. അത് വേറൊന്നുമല്ല, NCERT ബുക്കിലെ ഒരു ചോദ്യം ചെയ്യാനായിട്ട്. ആ ചോദ്യം NCERT ബുക്കിലെ മാത്രമല്ല, നിങ്ങളുടെ ബോർഡ് എക്സാമിനും ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ മക്കളും മനസ്സിലാക്കി തന്നെ വേണമെന്ന് മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും, എ എന്ന് പറഞ്ഞ സെറ്റ് ആണെന്ന് ഫസ്റ്റ് സ്പേസ്, സെക്കൻഡ് സെറ്റ് ബി ആണ്, സോ സെക്കൻഡ് സ്പേസ്, ആൻഡ് തേർഡ് സെറ്റ് സി ആണ് തേർഡ് സ്പേസ്. ഇങ്ങനെയാണത് ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകുക. സോ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. നമ്മൾക്ക് ആവശ്യം എ ക്രോസ് ബി കാണലാണ്. ഞാൻ എഴുതി എ ക്രോസ് ബി. മക്കളെ ഞാൻ പറഞ്ഞല്ലോ 2 സ്പേസ് വേണമെന്ന്. സോ സെറ്റ് ഓഫ് ഓൾ എപ്പോഴും ഓർത്തു വെക്കുക, എ ക്രോസ് ബി കാണുമ്പോൾ നമ്മൾ സെറ്റിന്റെ ഉള്ളിലാണ് എഴുതുക. അതെ, സെറ്റ് എഴുതി, സെറ്റ് ഓഫ് ഓൾ. ഇനി ചെയ്യേണ്ടത് ആദ്യം എ ആണെന്നറിയാം. നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക? എയിലെ ഒരു എലമെന്റ് ഫിക്സ് ചെയ്യാം. സം എ ഫിക്സ് ചെയ്തു. ഈ പറയുന്ന എനെ നിങ്ങൾ ബിനകത്തുള്ള ഓരോന്നിലേക്കും കൊടുക്കുക, ഓരോന്നിലേക്കും. സോ ആദ്യം എ എക്സിലേക്ക് പോയി, ഞാൻ അവനെ വിളിച്ചു മക്കളെ എ കോമ എക്സ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? എ വൈയിലേക്ക് പോകുന്നു, നമ്മൾ അവനെ വിളിച്ചു എ കോമ വൈ. അങ്ങനെ എയുടെ പരിപാടി കഴിഞ്ഞ് തീർന്നത്രേ ഉള്ളൂ. എല്ലാത്തിലും കൊടുത്തു. പിന്നെന്താ? എക്ക് ശേഷം ഞാൻ ബീനെ കൊണ്ടുവന്നു, നമ്മൾ ബിയും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ എ എടുത്തു, എനെ എല്ലാത്തിലേക്കും കൊടുത്തു, പിന്നെ ബി എടുക്കുന്നു, നമ്മൾ ബീനെയും എന്താണ് ഓരോന്നിലേക്കും കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ബി എക്സ് ബി വൈ എന്ന് കിട്ടും. ബി കോമ എക്സ് ബി കോമ വൈ. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഓരോ ഓർഡേർഡ് പെയറും പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നോക്കി, ഞാനിതാ ഈ കാണുന്നൊരു ഓർഡേർഡ് പെയർ എടുത്തു. ഇതിനകത്തുള്ള ഒന്നാമത്തെ ആള് എ,
ഫസ്റ്റ് സെറ്റാണ്. രണ്ടാമത്തെ ആള് വൈ, അത് സെക്കൻഡ് സെറ്റ് ബി ആണ്. സോ നമ്മുടെ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എയുടെയും ബിയുടെയും പരിപാടി കഴിഞ്ഞു. നമ്മൾ സിയിലേക്ക് എത്തി മക്കളെ. സി നമ്മൾ എന്താണ് ഇതുപോലെ തന്നെ ചെയ്യുക. സി നമ്മൾ ആദ്യം എക്സിലേക്ക് കൊടുക്കുക. സോ സി എക്സ്, പിന്നെ വൈയിലേക്ക് കൊടുക്കുക സി വൈ. ഇതാണ് എ ക്രോസ് ബി. അപ്പം നമ്മൾ അത് ഗംഭീരമായിട്ട് എ ക്രോസ് ബി കണ്ടു. ഞാൻ ഒരു ചോദ്യം കൂടിയും എ ക്രോസ് ബിയുടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം, ആരും പേടിക്കേണ്ടതില്ല. ഞാൻ ആദ്യം എന്താണ് ഈ കാണുന്ന എ ക്രോസ് ബിയും കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നു. പിന്നെ എനിക്ക് എന്താണ് ഇവിടെ നിന്ന് കുറച്ചും കാര്യം പറഞ്ഞു തരാണ്ട് നിങ്ങൾക്ക്. വേറൊന്നുമല്ല, ശ്രദ്ധിച്ചു കേൾക്കാം. എ ക്രോസ് ബി സെറ്റ് ഓഫ് ഓൾ. ഞാൻ എയിലെ ഫസ്റ്റ് എലമെന്റ് നോക്കിയേ, ഒന്നാം സെറ്റ് എ ആണെന്നറിയാം. സോ ഫസ്റ്റ് എയിലെ 1 എടുത്തു. ഈ കാണുന്ന 1ന് ഞാൻ ബിനകത്തുള്ള ഓരോന്നിലേക്കും വീതം വെക്കുന്നു. സോ 3ലേക്ക് കൊടുത്തു, 4ലേക്ക് കൊടുത്തു. സോ 1,3, 1,4. അങ്ങനെ 1ന്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 2ലേക്ക് പോയി. 2നെയും ഇതുപോലെ തന്നെ ചെയ്യുക. 2 എടുത്തു, 2ന് 3ലേക്കും 4ലേക്കും കൊടുത്തു. സോ 2,3, 2,4. അങ്ങനെ 1ഉം 2ഉം കഴിഞ്ഞു 3ലേക്ക് വരുന്നു. 3, 3, 3, 4. ഇതാണ് മക്കളെ എ ക്രോസ് ബി. ഇങ്ങനെ എ ക്രോസ് ബി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നു. എടാ മനുഷ്യ, നമുക്ക് ബി ക്രോസ് കാണാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി എ ക്രോസ് ബിയും ബി ക്രോസും സെയിം ആണോ? എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും സെയിം ആണെന്ന് അറിയാം നമ്മുടെ നമ്പേഴ്സിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ അത് ക്രോസ് ആണ്. അപ്പോൾ എ ക്രോസ് ബി ഉണ്ട്, നമുക്ക് ബി ക്രോസ് കാണാൻ പറ്റുമോ എന്ന് ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കും. ഞാൻ ആദ്യമായിട്ട് പറയുന്നു ബി ക്രോസ് കാണാൻ വേണ്ടി പറ്റും. നമ്മളിതാ ബി ക്രോസ് കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ചോദിക്കും എൻ്റെ അടുത്ത്, എ ക്രോസ് ബിയും ബി ക്രോസും സെയിം അല്ലേ? അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെ മാത്രമേ അങ്ങോട്ട് എഴുതി വെച്ചാൽ പോരെ? നിൽക്ക്, ഹോൾഡ് ഓൺ ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും ആലോചിക്കാം. ബി ക്രോസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന സെറ്റ് ഏതാ? എ ആണോ ബി ആണോ? ഫസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, അത് ബി ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ബിനെയാണ്. ബി എന്ന് പറയുന്നത് നമുക്കറിയാം അത് 3, 4 ആണ്. എ എന്ന് പറയുന്നതോ അത് 1, 2, 3 ആണ്. ഞാൻ എന്ത് ചെയ്തു? എയും ബിയും ഒന്ന് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. ബി ആദ്യം വരുന്നത് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് എലമെന്റ് എടുക്കേണ്ട എവിടെ നിന്നാണ്? ബിയിൽ നിന്നാണ്. ഞാൻ 3നെ എടുത്തു. ഈ കാണുന്ന 3നെ നമ്മൾ ഓരോന്നിലേക്കും കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ സെയിം ഡെഫിനിഷൻ, യാതൊരു മാറ്റവുമില്ല. സോ 3നെ 1ലേക്കും 3നെ 2ലേക്കും 3നെ 3ലേക്കും കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? 3, 1, 3, 2 and 3, 3. സെറ്റ് ഓഫ് 4. അങ്ങനെ 3 കഴിഞ്ഞു, 4ലേക്ക് വരുന്നു. ഞാൻ ഈ കാണുന്ന 4നെയും ഇപ്പോൾ എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യുക. എത്തരത്തിൽ? 4നെ 1ലേക്കും 2ലേക്കും 3ലേക്കും കൊടുത്തു. സോ 4, 1, 4, 2, 4, 3. അങ്ങനെ നമ്മൾ ബി ക്രോസിങ് കണ്ടു. എൻ്റെ ഏറ്റവും എവർഗ്രീനായ ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. മറ്റൊന്നുമല്ല, ഈസ് എ ക്രോസ് ബി ഈക്വൽസ് ബി ക്രോസ് എ? എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങൾ പറയൂ, എ ക്രോസ് ബിക്കകത്ത് 1, 3 ഉണ്ട്. ബി ക്രോസ് എയിലോ 1, 3 ഉണ്ടോ? നിങ്ങൾ നോക്കണം. 2 സെറ്റ് ഈക്വൽ ആകണമെങ്കിൽ ഏറ്റവും ബേസിക് ഡെഫിനിഷൻ, എ ക്രോസ് ബിയും ബി ക്രോസും സെറ്റ്സ് ആണെന്നറിയാം. സോ 2 സെറ്റ് ഈക്വൽ ആകണമെങ്കിൽ ഏറ്റവും ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, 2 സെറ്റിലെ എല്ലാ എലമെന്റ്സും സെയിം ആയിട്ട് വരാം. നിങ്ങൾക്കറിയാം സെറ്റ്സിലുണ്ട് ഈക്വൽ സെറ്റ്സ്. 2 സെറ്റിലെ എല്ലാ എലമെന്റ്സും സെയിം ആയി വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഈക്വൽ സെറ്റ്സ് എന്ന്. അപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസും ഈക്വൽ ആണോ നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ ഇവിടെ 1, 3 ഉണ്ട്. ഇവിടെ 1, 3 ഉണ്ടോ? കാണുന്നില്ല. അപ്പം ചിലവർ പറയുന്നിടത്ത്, ഹേ 3, 1 ഉണ്ടല്ലോ, തിരിച്ചിട്ടാ പോരെ, സെയിം അല്ല ആള്. 1, 3യും 3, 1ഉം സെയിം അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ചോദിക്കും. ഒരിക്കലും 1, 3യും 3, 1ഉം സെയിം അല്ല. നമ്മൾക്ക് 2 ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ, നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്, ഇത് ഈക്വൽ ആകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആവണം ആൻഡ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആവണം. അതായത് 1,3 എന്ന് പറയുന്നത് 3,1നോട് തുല്യമാകുകയാണെങ്കിൽ ആകണമെങ്കിൽ 1ഉം 3യും സെയിം ആയിരിക്കണം. അതുപോലെ 3യും 1ഉം സെയിം ആയിരിക്കണം. ഇവന്മാർ സെയിം ആണോ? 1ഉം 3യും സെയിം ആണോ? ഒരിക്കലും സെയിം അല്ല. സോ നോട്ട് ഈക്വൽ. ഇതിലുപരി നമ്മൾ പണ്ട് കോർഡിനേറ്റ്സ് പഠിച്ചിരുന്നു. കോർഡിനേറ്റ്സിന്റെ ആ ഒരു ജോമെട്രിക്കൽ തിങ്കിങ്ങിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം,
ഇതാണ് മക്കളെ 1 2 1 3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും എക്സ് ആക്സിൽ 1 വൈ ആക്സിൽ 3 ആൻഡ് 3 1 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ 3യും വൈ ആക്സിൽ 1 ഈ പോയിന്റ് വരും. 2 പോയിന്റ് നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആണെന്ന് അറിയാം. ഓക്കെ, കാണുമ്പോൾ സെയിം തോന്നും, ബട്ട് റിയലി ദേ ആർ ഡിഫറെൻറ്റ്. അപ്പോൾ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയും ഈക്വൽ അല്ല നമുക്ക് എന്താണ് ഇവിടെ തന്നെ പറയാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ 1 3 ഉണ്ട്, ഇതിൽ 3 1 ഇല്ല, 1 3 ഇല്ല. അതുകൊണ്ട് എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ല. എല്ലാ മക്കളും നോട്ട് ചെയ്യുക. അടുത്ത കാര്യം, എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ട് ഒരു ഫോർമുല പറയാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ എണ്ണുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി ഒന്ന് എണ്ണി നോക്കുക. എത്ര ഉണ്ട്? 1 2 3 4 5 6, മൊത്തം 6 പേരുണ്ടെന്നറിയാം എ ക്രോസ് ബിയിൽ. നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഫോർമുല പിടിച്ചാലോ? ഇത്ര മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബി. അതായത് എയിൽ എത്ര പേരുണ്ട് ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്. ഇതാണ് മക്കളെ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി. സോ നോക്കുക, ഇവിടെ നിങ്ങൾ പറയുമ്പോൾ എണ്ണി നോക്കാതെ പറയാൻ പറ്റും. എ ക്രോസ് ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. എയിലുള്ള ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. 3 × 2 ഉത്തരം 6. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതാ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഈ കാണുന്ന സെറ്റിൽ ഞാൻ എഴുതിയ മക്കളെ എലമെന്റ് 1 2 3 4 ഉണ്ട്. ബിയിൽ ഞാൻ എഴുതിയ മക്കളെ എലമെന്റ് സം 7 8 9 ഉണ്ട്. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഈ പറയുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും. ഓക്കെ, ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. എയിൽ എത്ര പേരുണ്ട് ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്. ഇറ്റ് ഗീവ്സ് ദി ആൻസർ ഓഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. ഞാൻ ഒരു ചോദ്യോടെ ബാക്കി എടുത്തിട്ടുണ്ട്. ഇഫ് എക്സ് പ്ലസ് 1, y മൈനസ് 2 = 3, 1 ദെൻ ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സാമിൻ്റെ സ്ഥിരം ചോദ്യം, സ്ഥിരം സാന്നിധ്യമാണ് ഇവൻ. സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ചോദിക്കാം. ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്, 2 കോർഡിനേറ്റ്സ് ഈക്വൽ. ഇവിടെ നിങ്ങൾക്കറിയാം 2 കോർഡിനേറ്റ്സ് ഈക്വൽ ആണെന്ന്. ഇങ്ങനെ 2 കോർഡിനേറ്റ്സ് ഈക്വൽ ആയി വരികയാണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ വൈ കോർഡിനേറ്റ്സും ഈക്വൽ ആയിരിക്കും. വിച്ച് മീൻസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3. അതുപോലെ തന്നെ വൈ മൈനസ് 2 അത് 1 ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു ഈ കാണുന്ന 1 അപ്പുറം പോയി 3 - 1, ദി ആൻസർ ഇസ് 2. സോ എക്സ് 2 ആയിട്ട് മാറി. ആൻഡ് വൈയോ ഈ -2 അപ്പുറം പോയി -2 അപ്പുറം പോകും +2 ആയിട്ട് മാറി. 1 + 2, ദി ആൻസർ ഇസ് 3. സോ എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 3 ആണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് വരുന്നത്. ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മനോഹരമായ ചോദ്യം ഹോംവർക്ക് തരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യം ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യുന്നു. ഇതാണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ പഠിച്ച കോൺസെപ്റ്റ്, 2 കോർഡിനേറ്റ്സ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഉണ്ട്. സോ ഇവിടുത്തെ x/2 + 1 എന്ന് പറയുന്നത് 5/2 ആണ്. അതുപോലെ തന്നെ y - 1/3 എന്ന് പറയുന്നത് 8/3 ആണ്. ഇതാണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. എക്സും വൈ കണ്ടുപിടിക്കാം, വിട്ടു. പക്ഷേ അടിയിലത്തെ ആള്, ഹേ ഇയാളാരാ? നമ്മൾക്ക് എ ക്രോസ് എ വേണമെങ്കിൽ കാണാൻ അറിയാം, പക്ഷെ ഇവിടെ ചോദിക്കുന്നതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ക്രോസ് എ 3 വട്ടം. ഇതിന് വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. ഞാൻ ട്രിക്ക് ലൈവ് ക്ലാസ് വരുമ്പോൾ അതിനകത്ത് പറയും. ഞാൻ റൈറ്റ് മെത്തേഡ് നിങ്ങൾക്ക് ഇതേ പറഞ്ഞുതരപ്പോൾ ഇതും ട്രിക്ക് പോലെ തന്നെയാണ്, വളരെ ഈസിയായി പഠിക്കാൻ പറ്റും കേട്ടോളൂ. എ എന്ന് പറയുന്നത് നമുക്കറിയാം മക്കളെ, സെറ്റ് -1 1 കാണാൻ പറഞ്ഞിരിക്കുന്നത് എ ക്രോസ് എ ഇതാണ്. സോ 3 സെറ്റിൻ്റെ ക്രോസ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് മനസ്സിലായി എന്തായി, 3 സ്പേസ് വേണം. തൽക്കാലം നിങ്ങളിങ്ങനെ 3 സ്പേസ് വേണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക, അത് മാത്രം മതി. എ ക്രോസ് എയിൽ ആദ്യമായിട്ട് എന്തായി ഇവന്മാർ ഗ്രൂപ്പ് ചെയ്തു. അതായത് നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് എ ക്രോസ്. ഇതാണ് എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു എ ക്രോസ് എ. 2 സെറ്റ് ഉണ്ട്, രണ്ടും എ തന്നെ. സോ എ തന്നെയാണ് ആവശ്യം. ഞാനിത് എ ഒന്നും കൂടി എഴുതി നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഈസി ആക്കാനായിട്ട് -1 1. സോ -1ന് ഞാൻ ഓരോന്നിലേക്കും കൊടുത്തു. സോ -1 ആദ്യം -1ലേക്ക് പോയി, പിന്നെ -1 1ലേക്ക് പോയി. അടുത്തോ
പിന്നെ നോക്കുമ്പോൾ ഇതൊന്ന് മാറ്റാം കേട്ടോ, ഞാൻ മാറ്റാണെന്ന്. പിന്നെന്ത് ചെയ്തു, ഞാൻ ഈ കാണുന്ന -1 പരിപാടി കഴിഞ്ഞു, 1ലേക്ക് വന്നു. 1നെ ഓരോന്നിലേക്കും പോകുമ്പോൾ 1 -1 ആൻഡ് 1 1. ഇതാണ് നമുക്ക് എന്ത് എ ക്രോസ്. ചോദ്യം എ ക്രോസ് എ. ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ എ ക്രോസ് എയിലെ എല്ലാ എലമെന്റ്സും എഴുതുക. ബട്ട് ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം, ഒരു ചെറിയ സ്പേസും കൂടി മൂന്നാമതാൾ എഴുതാനായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഒന്നും കൂടി പറയാം, ഇങ്ങനെയെല്ലാം ചിന്തിക്കാം. ഇവിടെ ഒരു മൂന്നാമത്തെ ആളും കൂടി വേണം. കാരണം നമുക്കറിയാം എ ക്രോസ് എക്കകത്ത് ഇങ്ങനെ 3 സ്പേസ് ഉണ്ട്. അപ്പോൾ 2 സ്പേസ് ഫില്ല് ചെയ്തു. തേർഡ് സ്പേസ് എന്നാണ് ഇപ്പോഴും ഫിൽഡ് അല്ല. അത് ഫില്ല് ചെയ്യാൻ വേണ്ടി എല്ലാം മക്കൾ ശ്രദ്ധിക്കുക. എ ക്രോസ് എലമെന്റ് എല്ലാവരും ഇവിടെയുണ്ട്. ഇതിൻ്റെ അറ്റത്തേക്ക് മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് അറ്റത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം -1നെ അറ്റാച്ച് ചെയ്യുക. ഓരോന്നിൻ്റെയും എൻഡിലേക്ക് -1നെ അറ്റാച്ച് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. -1 മാത്രം അറ്റാച്ച് ചെയ്താൽ മതിയോ? പോരാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ 1നെയും കൂടി അറ്റാച്ച് ചെയ്യാം. സോ ഓരോന്നിൻ്റെയും എൻഡിലേക്ക് നമ്മൾ -1നെയും 1നെയും അറ്റാച്ച് ചെയ്യുക. ഇത് ആദ്യം നിങ്ങൾക്കറിയാം -1 ഞാനിത് അവനെ എഴുതി. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ കാണുന്നവന്റെ മൂന്നാമതായിട്ട് ഒരു -1, ആദ്യം -1 കൊടുത്തു. ഇതിന് മാത്രമല്ല ഇവനും വേണം. ദേ -1 എഴുതി, അറ്റത്ത് മക്കളെ ഒരു -1 കൊടുത്തു. അത് മാത്രം പോരാ, മൂന്നാമത്തേനും വേണം. ഇതിന്റെ അറ്റത്ത് നമുക്ക് ഒരു -1 വേണം. സോ 1 -1 ഇത് അറ്റത്ത് ഒരു -1 കൊടുത്തു. അങ്ങനെ നമ്മൾ എല്ലാവരെയും എഴുതണം. എങ്ങനെ? അവസാനം 1 1 വന്നു. 1 1ന്റെ മൂന്നാമത്തെ എലമെന്റ് എന്താണ്, നമ്മൾ -1 കൊടുത്തു. അങ്ങനെ -1ന്റെ പരിപാടി നമ്മൾ 4 ആൾക്കാരുടെയും മൂന്നാമത്തെ ടേമായി നമ്മൾ -1 അറ്റാച്ച് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ -1 പരിപാടി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ +1ലേക്ക് പോകുന്നു. നമ്മൾ +1നെയും ഇപ്പോൾ എന്താണ് അറ്റാച്ച് ചെയ്ത പോലെ തന്നെ വീണ്ടും അറ്റാച്ച് ചെയ്യുന്നു. 1നെ ഓരോന്നിൻ്റെയും എൻ പോയിന്റിലേക്ക് എല്ലാ മക്കളും അറ്റാച്ച് ചെയ്യാം. സോ -1 -1 1 കേട്ടോ. അടുത്തവിടെ -1 1 1. പിന്നെ ഇതിലേക്കാകുമ്പോൾ 1 -1 ഒരു 1 കൂടി. സോ 1 -1 1. ആൻഡ് ഫൈനലി ഇവിടെ മാത്രമാണ് ബാക്കി 1 1 1. സോ ഇതാണ് നമുക്ക് ആവശ്യമുള്ള എലമെന്റ്സ്. ആൻഡ് എണ്ണവും നോക്കാം. നമുക്കിപ്പോൾ 3 എണ്ണമാണെങ്കിലും അല്ലെങ്കിൽ 3 സെറ്റിന്റെ ക്രോസ് നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ക്രോസ് ബി ആകുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ഇൻ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബി. ഇവിടെ ആകുമ്പോഴോ എയിലുള്ള ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം ഇൻറ്റു സിയിലുള്ള ആൾക്കാരുടെ എണ്ണം. ഇങ്ങനെ പറയാൻ പറ്റും കേട്ടോ. സെയിം ഫോമിലാണ് വരുന്നത്. എല്ലാത്തിനും എന്താണ് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എ ക്രോസ് എയിലെ എലമെന്റ്സിന് എണ്ണം കാണാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം എയിൽ 2 പേരുണ്ട്. എയിൽ 2 പേരുണ്ട്. -1 1. സോ ഇവിടെ 2 പേരുണ്ട്. 2 2 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇറ്റ് ഈസ് 8. 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8. മൊത്തം 8 പേര് വേണം. 1 2 3 4 5 6 7 8 പേരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ എ ക്രോസ് എ കണ്ട് എല്ലാ മക്കളും നിർബന്ധമായിട്ടും എ ക്രോസ് എ കാണാൻ വേണ്ടി പഠിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് മക്കളെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതാ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ഗൈസ്, താങ്ക് യു ഓൾ ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് എക്കെ ഫ്രം Xylem Learning. എല്ലാവരും ഈ കാണുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എല്ലാം തന്നെ രേഖപ്പെടുത്ത ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സോ മറ്റു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഓൾ, താങ്ക് യു.